ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 41 റോസ്റ്റിംഗ് വീഡിയോ ആയിട്ട് തിരിച്ചെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ കുറച്ചധികം നാളുകളായി ഇതിന്റെ എപ്പിസോഡ് റോസ്റ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്തെന്നുള്ളത് നമ്മൾ മുന്നേ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന കണ്ടന്റിന് മറ്റു പല കണ്ടന്റുകളുമായിട്ട് ഒരു സിമിലാരിറ്റീസ് ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചധികം പുതുമകളായിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുതുമ മറ്റൊന്നുമല്ല, അൾട്ടിമേറ്റ് കൊണാടിയായിരിക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് റോസ്റ്റിങ്ങിനകത്തൊക്കെ. അതുകൊണ്ട് തന്നെ പ്രായമായിട്ടുള്ളവർ, ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, ഹാർട്ട് പേഷ്യൻസ് ആരും ഈ ഒരു വീഡിയോ കാണാണ്ടിരിക്കുക. ആൻഡ് എസ്പെഷ്യലി അനിമോളുടെ അന്തം ഫാൻസും PR ടീംസും. കാരണം അനിമോൾ എന്ത് തെറ്റ് ചെയ്താലും അനിമോൾക്ക് ഈ ജയെന്ന് വിളിക്കാനെ കൊണ്ട് അനിമോളുടെ പാവാടവള്ളിയിൽ തൂങ്ങി നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതിനിപ്പോൾ അനിമോളുടെ എത്ര അന്തം ഫാൻസും അല്ലെങ്കിൽ PR ടീംസും കൊടികുത്തി നിന്നെന്ന് പറഞ്ഞാൽ പോലും സാത്താൻ പറയേണ്ട കാര്യങ്ങൾ പറയും. അതും പച്ചയ്ക്ക് തന്നെ പറയുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഇതിവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ PR ടീമാണ് അമ്മാതിരി പണിയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അനിമോളുടെ നോർമൽ ഫാൻസിനെ അല്ല കേട്ടോ ഞാനിവിടെ പറഞ്ഞേക്കുന്നത്, അന്തം ഫാൻസിനെയാണ് കേട്ടോ. എന്താണെങ്കിലും കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ എപ്പിസോഡിന്റെ റോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ പുതുമയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ ഒരു ഹൗസിനകത്തുണ്ടോ നമുക്ക് ആദ്യം നോക്കിയിട്ട് നമുക്ക് കൊണേഡിയിലോട്ട് പോകാം. അപ്പോൾ ടക്കാമക്ക. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. ഒരു മാറ്റവും ഇല്ലല്ലോ. ഹലോ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു. അതായത് എന്നിങ്ങനെ ഒരു ഭയങ്കര ഇമോറൽ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും മക്കൾക്ക് ഒരുപാട് വിഷമം, അവരൊക്കെ സുഖമില്ലാത്ത ആൾക്കാരാണ്. ലക്ഷ്മി അതൊരു ഗെയിമായിട്ട് കളിച്ചത്, ഒരു ചീപ്പ് ഗെയിമാണ്. ആ ചീപ്പ് ഗെയിം എന്താണെന്നുള്ളത് എനിക്ക് സംസാരിക്കണം എന്നാണ് എനിക്ക് ബിഗ് ബോസിനോട് റിക്വസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു, സങ്കടം തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇത്രത്തോളം, ഒരു പെൺകുട്ടീനെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി തന്നെയാണ് ഒരാണിൻ്റെ അടുത്ത് ഈ രീതിയിൽ പെരുമാറുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ലക്ഷ്മി ആ പറഞ്ഞേക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്രയും ചീപ്പ് നിലവാരമില്ലാത്തൊരു കാര്യമാണ്. അന്ന് അനിമോൾ ചെയ്ത പോലത്തെ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ ലക്ഷ്മി ആണെങ്കിൽ ഇത്രയും നിലവാരമില്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്തൊരു പരിപാടി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ആക്സിഡന്റലി പറ്റിപ്പോയിരിക്കുന്ന ഒരു കാര്യം, പുള്ളി ആ സൈഡിൽ ഒരു ഫ്ലെക്സ് പോലെ ഇരിക്കുന്ന ഒരു സാധനത്തെ തട്ടി വീണേക്കുന്ന ഒരു സാധനമാണ്. അതിനെ പിടിച്ചിട്ട് എമ്മാതിരി പരിപാടിയല്ലേ കാണിച്ചിരിക്കുന്നത്. BB സർക്കസിലെ റിംഗ് മാസ്റ്ററായിരുന്ന അനീഷിന് സർക്കസ് ടീമിൽ നിന്ന് ഒരാളെയും, നൂതില ചെരുപ്പ് കമ്പനി ഉടമയായിരുന്ന നൂറയ്ക്ക് ഫാക്ടറി തൊഴിലാളികളിൽ നിന്ന് ഒരാളെയും നേരിട്ട് ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള സവിശേഷ അധികാരമാണ് നൽകുന്നത്. മൂന്നാമത്തെ വ്യക്തിയെ ബാക്കി എല്ലാവരും ചേർന്ന് വോട്ടിങ്ങിലൂടെ കാരണസഹിതം തെരഞ്ഞെടുക്കുക. അങ്ങനെ ഇവിടെ അനീഷ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് രനേനെയാണ്, നൂറ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഒനിയലിനെയാണ്. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് തെരഞ്ഞെടുത്തേക്കുന്നത് നമ്മുടെ ജിഷിനെയായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവവികാസം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം. ഷാനവാസിന്റെ സ്നേഹവും കെയറുമല്ല കുറച്ച് പേരിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നതായിട്ട് ഞാൻ നോട്ട് ചെയ്തു. ആ ഒരു സ്നേഹവും കെയറുമല്ല ബാക്കിയുള്ളവർ കൂടെ കിട്ടി. നല്ല രീതിയിൽ ഈ വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുവരാൻ ഷാനവാസിന് പറ്റുമെന്ന് തോന്നുന്നു. ഇവൻ എന്താ ഷാനവാസിനോട് പ്രേമമാ? ഷാനവാസിന്റെ കെയറും ഈ പരിപാടിയൊക്കെ കിട്ടണമെന്നൊക്കെ പറയാം. എടാ ചെറുക്ക പോയി വല്ല കല്യാണ പല്ലോ കഴിക്കുക, കെയറും സ്നേഹവും ഒക്കെ വേണമെന്ന് പോലും. ആവാൻ ആഗ്രഹിക്കുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആൺവിരോധമുണ്ട്. ഈ ലക്ഷ്മി ക്യാപ്റ്റൻ ആവുന്നതിലൂടെ പയ്യെ ലക്ഷ്മിയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആൺവിരോധം പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാണ്, സംഭവം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വന്നതാണെങ്കിലും ഇച്ചിരി കൊണ്ടടിക്കാൻ വന്നതാണെങ്കിലും അക്ബർ ഖാന്റെ ആണെങ്കിൽ ഒരു ഫേസ് 1 ഉണ്ട്, ഒരു ഫേസ് 2 ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ 1 നമുക്ക് അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള, സത്യം പറയാൻ എനിക്ക് അക്ബർ ഖാനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ശരത്തപ്പാനി പോയതിനു ശേഷമാണെന്ന് തോന്നുന്നു കേട്ടോ, അക്ബർ ഖാന്റെ ഗെയിമിനകത്ത് ഭയങ്കര ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുമെങ്കിൽ പോലും അതിനകത്തുനിന്ന് ഭയങ്കര ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞെങ്കിൽ പോലും ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് ഇങ്ങനെയുള്ളൊരു വ്യക്തിനെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മൈൻഡ് ഗെയിം ഒന്ന് ആലോചിച്ച് നോക്കുക. ഭയങ്കരമായിട്ട് ഓൾറെഡി വിസിബിൾ ആയിട്ടുണ്ട് ഇങ്ങനെ ഒരാൾക്കാണെങ്കിൽ പുരുഷ വിരുദ്ധത ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒരാൾ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നേരെ എന്താണ് ഇവരുടെ ക്യാപ്റ്റൻസിക്ക് ആണെങ്കിൽ ഭയങ്കര വീക്കായിട്ടുള്ള ക്യാപ്റ്റൻ എന്നുള്ള പേരായിരിക്കുമല്ലോ എന്താണെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർക്ക് കിട്ടുക. അപ്പം ആ ഒരു സാധനം എന്താണെങ്കിലും ഇവരുടെ മണ്ടയ്ക്ക് തലയ്ക്ക് മീതെ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിൽ എല്ലാ വിഷയങ്ങളിലും പോയി ഇടവേണ്ടതായിട്ട് ഉള്ള സാഹചര്യം വരും. അവിടെ ഈ പറയുന്ന പുരുഷ വിരുദ്ധത അധികമായിട്ട് കാണിക്കാൻ പറ്റാത്ത ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അക്ബർ ഖാൻ ഇവിടെ കൊടുത്തേക്കുന്ന നൈസ് ഒരു സാധനം തന്നെ ആയിരുന്നു കേട്ടോ. എന്ന് പറയുമ്പോൾ ഒന്നിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ സൗമാൻ ഒരു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എല്ലാത്തിലും ഇടപെടും. അപ്പോൾ സൗമാൻ ബിഗ് ബോസിൽ ഒരു കൊച്ചു പുസ്തകമായിട്ട് പഠിക്കാൻ വന്നേക്കുന്ന ഒരു പൊന്നുമോനാണ് സാബുമോൻ. ഇതിനകത്ത് എന്തുവാ ചെയ്യുന്നതിന് സാബുമാന് പോലും അറിയത്തില്ല. 100 ദിവസം വരെ ആണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നേക്കുന്നത്. അധികം നാൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ച് പുറത്താക്കുന്നതായിരിക്കും. എനിക്കറിയാം ചെയ്തതെന്ന് എന്നെ നോമിനേഷനിൽ കൊണ്ടുവരണം അങ്ങനെ വിചാരിച്ച എൻ്റെ അടുത്ത് തോന്നുന്നു. പക്ഷെ ഞാൻ എല്ലാം സോൾവ് ചെയ്തു, പ്രോപ്പറായിട്ട് എല്ലാ സൈഡും സോൾവ് ചെയ്ത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു. എന്നിട്ട് യവം വിഷയമാണ് കേട്ടോ. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച പോലെയാണ് ഉള്ള വർത്താനം ഇവിടെ പറയുന്നത്. കിച്ചനകത്ത് കുറെ അവിടെ ഇച്ചിമുള്ളി കേസിന്റെ പേരിലൊക്കെ വഴക്കൊക്കെ ഉണ്ടായി, അത് പരിഹരിച്ചു എന്നുള്ളൊരു സാധനമാണ് പറയുന്നത്. ഇതിന്റെ പേരിൽ അളിനെയാണെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്കിലോട്ടാണെങ്കിൽ അധികം ആരും നോമിനേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ മച്ചാന്റെ വിഷമം. ഗുഡ് ക്യാപ്റ്റൻ, ഗുഡ് കിച്ചൺ ക്യാപ്റ്റൻ അടിപൊളി എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് മറ്റേ ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നപ്പോൾ ഒന്നുമില്ല, ഇത്രയും ഗ്രൂപ്പ്സും കളിക്കുന്നത് ഞാൻ വരാതില്ല. ആര് പറഞ്ഞ് നോമിനേറ്റ് ഒന്നും ചെയ്തില്ലെന്ന്? ഇവിടെ മസ്താനി നോമിനേറ്റ് ചെയ്തു, അപമാൻ ആണെങ്കിൽ നോമിനേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ജിഷിൻ നോമിനേറ്റ് ചെയ്തു. അതൊന്നും പോരെ, എല്ലാവരും ഒരേപോലെ നോമിനേറ്റ് ചെയ്യണമെന്ന്.
ഇവൻ ആരടേ? എന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ നോക്കി ഉറപ്പിച്ചു ഇനി വരുന്ന ആഴ്ച ഞാൻ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിൻ്റെ തേറി ഉള്ളതെല്ലാം എടുത്ത് തിന്നും. ടൊമാറ്റോ എടുക്കും, അതെടുക്കും, ഇതെടുക്കും. ആരെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുമോ, ഷുഗർ എടുക്കും, എന്തെങ്കിലും ചേർത്ത് കാണിച്ചു കൊടുക്കാൻ. എടി ഇവനെ ആരെങ്കിലും ബിഗ് ബോസിലാണോ വിട്ടതോ അല്ലെങ്കിൽ വല്ല LKG സ്കൂളാണോ കൊണ്ട് വിട്ടേക്കുന്നത്? അവരങ്ങനെ ചെയ്തു. ഇനി ഞാൻ നോക്കോ, ഞാൻ എന്നെ നോമിനേറ്റ് ചെയ്തില്ല, ഞാൻ അടുത്ത ദിവസം ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും, ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും. എന്ത് പറയാം, ഇവനെന്ത് വയ്യ ഇവന്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ലക്ഷറി ഷോപ്പിംഗ്. അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാം, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതിനകത്ത് മറ്റേ ഗോൾഡ് കോയിനുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർ ഈ സാധന ജംഗമ സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആരിനവിടെ ഒരു സാധനം ഇറക്കുന്നുണ്ടോ, മക്കളെ പൊളിക്കാച്ചി തീവാറുന്ന ഐറ്റം എന്നൊക്കെയായിരുന്നു ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ആരും പറഞ്ഞേക്കുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഗോൾഡ് കോയിൻസ് കൊടുക്കാത്ത ആൾക്കാർക്ക് കുറച്ച് ഫുഡ് കട്ട് ചെയ്യണം. അല്ല, ഇത് ഗെയിമാണ് ബ്രോ. ഇത് ഓ ഗെയിമാണ് ബ്രോ ഇതെന്ന് പറഞ്ഞ കിടിയിലൊരു ഐഡിയ ആണ് പറഞ്ഞേക്കുന്നത്. ഗോൾഡ് കോയിൻ കൊടുക്കാത്ത കഴിഞ്ഞ ദിവസം ടാസ്കിനൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഓരോ ഗോൾഡ് കോയിനെ കൊടുത്തിട്ടില്ല. അതിനകത്താണെങ്കിൽ കൊടുക്കാത്ത ആൾക്കാരുടെ ആണെങ്കിൽ ഫുഡ് കട്ട് ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു മാസ്റ്റർ ഗെയിമാണ് അവിടെ നമ്മുടെ ആര്യനവിടെ കളിച്ചേക്കുന്നതെന്നാണ് ആര്യം വിചാരിച്ചേക്കുന്നത്. നീ 1000 പോയിന്റ് കൊണ്ട് കളഞ്ഞില്ലേ ഒരു പ്രാവശ്യം മുടി വെട്ടാൻ പറഞ്ഞപ്പോ? ഇവിടെ അനിമോള് കിടിന ഒരു സാധനം അടിച്ചു, നീ 1000 പോയിന്റ് കൊണ്ട് കളഞ്ഞില്ലേ മുടി വെട്ടുന്ന കാര്യം, മുട്ട അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അന്നേരം അണ്ണാക്കിലെങ്ങ് പിരിവെട്ടി. അപ്പൊ നേരെ അളിയനെങ്ങാണെങ്കിൽ കളം ചവിട്ടി മാറ്റി. ആദ്യം ആൾക്കാർക്ക് ഫുഡ് കൊടുക്കരുത് എന്നാണല്ലോ, കട്ട് ചെയ്യണമെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ അത് മാറ്റിയിട്ട് അടുത്ത ആഴ്ചത്തേക്ക് എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എല്ലാവർക്കും ഫുഡ് ഉണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അടുത്ത പ്രാവശ്യം ഗോൾഡ് കോയിൻ തരാത്ത ആൾക്കാരുടെ ഫുഡ് ഇല്ല. ഇവിടെയാണ് ആര്യൻ എന്ന ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാവുന്നത് സുഹൃത്തുക്കളെ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അനിമോൾ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് വർത്താനം പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്കണം. ഇത് ആരെ പറയണേ, ഫുഡ് കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണമെന്നുണ്ടത്. അന്ന് രന ഫാത്തിമയാണെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി ദോശയാണെന്ന് തോന്നുന്നത് വാങ്ങാനെ കൊണ്ട് വന്നപ്പോഴത്തേക്കിന് ഇല്ല പോയിട്ട് വടി, നീ അത് കാര്യം തിന്നിട്ട് വടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയേക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അനിമോൾ. ആ അനിമോളാണ് ഇവിടെ വന്ന് വലിയ വായ്ത്തളം അടിക്കുന്നത്. അനിമോളുടെ നിഘണ്ടുവിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ ആരിന്റെയും ജിസേലിന്റെ ആ ഒരു കേസ് വെച്ച് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് മറ്റേ പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ അനിമോൾ ഇവിടെ കാണിക്കുവോ? അമ്മാതിരി പരിപാടിയല്ലേ തെണ്ടിത്തരല്ലേ അനിമോൾ കാണിച്ചേക്കുന്നത്. പിന്നെ ഈ ഡബിൾ സ്റ്റാൻഡിന്റെ കാര്യത്തിൽ അനിമോളും ആരിനെ കടത്തി വെട്ടുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മുടെ സാബുമോനാണെങ്കിൽ ഈ ജയിൽ നോമിനേഷന്റെ ഇടയ്ക്ക് ഒരു സാധനം പറയുന്നുണ്ട്, അത് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. അനിമോൾ എന്നോട് വന്ന് പറഞ്ഞിരുന്നു, എടാ റെന ഇങ്ങനെ എടുക്കുന്നു, എടാ എന്തോ നെവിൻ അവിടെ പോയി ചപ്പാത്തി എടുക്കുന്നു, സ്വന്തം എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സെയിം അനിമോൾ എന്നെ പോയി ക്യാരറ്റ് എടുത്തോണ്ട് തിന്നോണ്ടിരുന്നു. അനിമോൾ നീ ഒരു ചെറിയ ഹിപ്പോക്രിറ്റ് ആണ്. അതാണ് അനിമോൾ ഹിപ്പോക്രിറ്റ് ആണ്. കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അനിമോൾ വലിയ എന്തോ കുണാണ്ടറാണ് സംഭവമാണെന്നുള്ളതാണ് അനിമോളുടെ വിചാരം. എന്നിട്ട് കുറെ എണ്ണങ്ങളാണെങ്കിൽ അനിമോളുടെ ഈ കുണം അറിയാവുന്നതുകൊണ്ടാണെങ്കിൽ അനിമോൾ അധികം അടുപ്പിക്കാൻ ഇതിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക. ഇത് കണ്ടിട്ട് കുറെ എണ്ണം പുറത്തു നിന്നിട്ട് അനിമോൾക്ക് ഈ അനിമോൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു, സൂപ്പർ കിടിലെന്ന് പറഞ്ഞിട്ട് ഫുഡിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വഴക്കം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിമോളാണ്. ആരിനെ പറയാനെക്കൊണ്ട് ഒരു യോഗ്യതയും അനിമോക്ക് അവിടെ ഇല്ല. ആരും ഈ പറഞ്ഞേക്കുന്ന ഒരു തെണ്ടിത്തരമായിട്ടൊരു കാര്യം തന്നെ, അവരുടെ ഫുഡ് കട്ടിയണത് എന്തുകൊണ്ട് ഇവനൊക്കെ ബുദ്ധി വിവരമൊന്നും ഇല്ലയോ? അനിമോള് ആ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ക്യാരറ്റാണ് കഴിഞ്ഞ ദിവസം അനിമോളാണെങ്കിൽ ഒരു ക്യാരറ്റ് കടിച്ചു പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഈ സംഭവമാണ് ഒരാഴ്ചയായിട്ട് അവിടെ ഇരിക്കുന്നതാണെന്നുള്ളതാണ് അനിമോൾ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് അനിമോൾ കഴിച്ചത്. പക്ഷെ അനിമോൾ ആ പറഞ്ഞതിനോട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും PR ടീം വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഞാൻ അതിനെ വിശ്വസിക്കും. കാരണം ഞാൻ വേറൊരു ക്ലിപ്പ് കാണിച്ചു തരാം. അനുമോൾ, നിങ്ങൾ മൈക്ക് ധരിക്കുക. ബിഗ് ബോസ് മുതലാളി, ഒരാൾ ഇത്രയും വലിയൊരു മാനസിക സംഘർഷത്തിൽ നിൽക്കുമ്പോൾ മൈക്കിടാൻ പറയാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അവിടുന്ന് ഒരു അടി അനങ്ങാൻ പറ്റില്ല. കുറെ അപ്ലോഡ് ചെയ്ത് വെച്ച സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇത്രയും കഷ്ടപ്പെടുന്ന അനിമോളുടെ അടുത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറയാൻ തോന്നുന്നത്? അനിമോൾ പറഞ്ഞത് സത്യമല്ലേ? ഒരാഴ്ച പഴക്കമുള്ള ക്യാരറ്റ് തിന്നതിന്റെ പേരിൽ മാത്രമാണ് അനിമോൾക്ക് ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുള്ളത് സുഹൃത്തുക്കളെ. ഇത് കഴിഞ്ഞിട്ടായിരുന്നു ജയിൽ നോമിനേഷൻ. ജയിൽ നോമിനേഷനിൽ 2 ആൾക്കാരെയായിരുന്നു ജയിലിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്ന, ഒന്ന് ലക്ഷ്മിനെ, 2 ജിസേലിനെ. ഇനി ഇതിനകത്ത് കുറച്ച് സംഭവ വികാസങ്ങളൂടെ നടക്കുന്നുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. എടാ പോടാ വിളികളും അതും ഇതെല്ലാം കുറക്കണം. എടാന്ന് വിളിക്കുന്നത് ഒരു തെറ്റാന്ന് എനിക്ക് തോന്നില്ല. അത് വീട്ടിൽ പോയി വിളിച്ചാൽ മതി പറഞ്ഞത് അത് അത്രയും തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ വീട്ടിൽ പോയി ലക്ഷ്മിയാണ് ഈ മസ്താനി എന്തുവാണ് ഇച്ചുമുള്ളി കേസും പറഞ്ഞുകൊണ്ട് എടാ പോടാന്നൊക്കെ ഇവളെന്ത് LKG പഠിക്കുന്ന സംഭവം നമ്മുടെ സുഹൃത്ത് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റൂലേ. ഇവിടെ ഷാനവാസി എന്തേലും ഒന്ന് പറഞ്ഞാൽ നേരെ വീട്ടുകാരെ വിളിക്കുക. ഇവർക്ക് എന്തൊരു പ്രായമുണ്ട്, മുതുക്ക് പ്രായമുള്ള 2 എണ്ണങ്ങൾ ഇരുന്നിട്ട് എടാ പോടാ നിന്നെ ഞാൻ ഡാന്ന് വിളിക്കും, എന്നാ ഞാൻ നിന്റെ വീട്ടുകാരെ വിളിക്കും. എടാ ഇതിലും ഭേദം LKG പിള്ളേർ കേട്ടോ, ഉള്ളാരും പറയാലോ. വെസൽ കഴുകാൻ നേരത്തെ ജിസേലിന് നെവിന്റെ പാത്രം കഴുകാൻ പറ്റും, ആര്യന്റെ പാത്രം കഴുകാൻ പറ്റും. പക്ഷേ ഡ്യൂട്ടിയാണ് ആദ്യം ചെയ്യേണ്ടത്, അതിനുശേഷമാണ് ഫേവറേറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഡ്യൂട്ടി പരാജയമായിരുന്നു. ഇത് അക്ബർ ഖാൻ അങ്ങ് പൊളിച്ചു കേട്ടോ. കാര്യം ഗ്രൂപ്പിസത്തിന്റെ വലിയൊരു കേട്ടോണ്ടിരുന്ന ഒരാളായിരുന്നു അക്ബർ ഖാൻ.
അപ്പം അക്ബർ ഖാൻ ആണെങ്കിൽ ഈ പറയുന്ന പോലെ കൂട്ടത്തിലുള്ള ജിസേലിന്റെ പേര് പറഞ്ഞത് അത് ഭയങ്കര ഒരു സംഭവമായി പോയി കേട്ടോ. കാര്യം ഇത് കഴിഞ്ഞിട്ട് വേറെ പോയിന്റ്, വേറെ ആരും പറയാത്തൊരു സാധനമാണ് അക്ബർ ഖാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്യാപ്റ്റൻ ടീം തിരിക്കുന്ന സമയത്ത് ജിസേലിന്റെ വായിലാണ് പറഞ്ഞത് എനിക്ക് വെസൽ കഴുകാൻ പറ്റില്ല, വെള്ളം തട്ടും. അപ്പൊ ആ ജിസേൽ പിന്നെ എന്തിനാണ് പാത്രം കഴിക്കുന്നത്? കിടിലൻ ഒരു പോയിന്റ് ആണ് ഇവിടെ അക്ബർ ഖാൻ പറഞ്ഞിരിക്കുന്നത്. ഈവൻ അനിമോൾ ഇത്ര ശത്രുത കൊണ്ട് നടക്കെങ്കിൽ പോലും ഈ ഇച്ചിമുള്ളിയ പേരിലൊക്കെയാണ് അനിമോൾ ആണെങ്കിൽ ഓരോന്ന് ജിസേലിനെ പറയുന്നത്. പക്ഷെ ഇവിടെ പ്രോപ്പർ ഒരു വാലിഡ് ആയിട്ടുള്ള സാധനമാണ് അക്ബർ ഖാൻ പറഞ്ഞേക്കുന്നത്. അത് കിടിലൻ ഒരു സാധനം തന്നെയായിരുന്നു. അക്ബർ ഖാന് വലിയൊരു ചേഞ്ച് വരുന്നുണ്ട്, കുറെ ഇറിറ്റേറ്റിംഗ് ആയിട്ടോ. ഞാൻ എവിടെ തൊട്ട് അക്ബർ ഖാന്റെ ഈ ഒരു ഗെയിം ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അനിമോൾ ഇവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചല്ലോ, ആ സമയത്ത് ആ സഭയിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി അക്ബർ ഖാൻ ആയിരുന്നു. പിന്നെ ലൈവില് ഒനിയലോ ഇറങ്ങിപ്പോയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഞാൻ അത് കണ്ടിട്ടില്ല. അക്ബർ ഖാൻ ഈ പോയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന എപ്പിസോഡിനകത്ത്. അന്ന് തൊട്ടിട്ടാണ് അക്ബർ ഖാന്റെ ഗെയിം ഒന്ന് ചേഞ്ച് ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്. പക്ഷെ അവിടെ തൊട്ട് അത്യാവശ്യം നൈസ് ആവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്റെ പൊന്ന് ഹിന്ദിക്കാര് വലിയ വലിയ പാത്രങ്ങൾ കഴുകുമ്പോൾ മാത്രമേ വെള്ളം വീഴുള്ളൂ, ചെറിയ ചെറിയ പാത്രം എടേ നിങ്ങൾ തന്നെയല്ലേ ആദ്യം പറഞ്ഞേക്കുന്നത്. അവിടെ അക്ബർ ഖാൻ കറക്റ്റ് സാധനം പറഞ്ഞത്, അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒരു മറുപടിയില്ല. ഇനിയും കിടന്ന് ജിസൽ കിടന്ന് മെഴുകിയിട്ട് കാര്യമില്ല. ലക്ഷ്മി ഇന്നലത്തെ ഇഷ്യൂ, പിന്നെ അതല്ലാണ്ട് എപ്പോഴും ലക്ഷ്മിയുടെ പാട്ടിനാണ് നടക്കാറുള്ളത്. മുളകിന്റെ കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ലക്ഷ്മി വാ തുറക്കുന്നത്. അനുമോള് വാ തുറക്കുന്നത് അപരാധം പറയാനും കുലസ്ത്രീ വർത്താനം പറയാനും ഡബിൾ സ്റ്റാൻഡ് കളിക്കാനും വേണ്ടി മാത്രമാണ്. ഇപ്പം ഇവിടെ ലക്ഷ്മിനെ ആണെങ്കിൽ ഇതിനുള്ള നോമിനേറ്റ് ചെയ്യാൻ കാരണം പറയുന്ന കഴിഞ്ഞ ദിവസത്തെ കാര്യം ഇതൊരു ചീപ്പ് ഗെയിം ആണെന്ന് അനുമോക്ക് തന്നെ തോന്നി അല്ലേ? അനുമോക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടാണല്ലോ ചെയ്തേക്കുന്നത്. ഇതേ അനുമോള് തന്നെയല്ലേ ആര്യനും ജിസേൽ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്, വൃത്തിയായിട്ട പരിപാടി കാണിച്ചേക്കുന്നത്. ആൻഡ് ഇത് മാത്രമല്ല, ഒരു സാധനം കൂടെ പറയണ്ട, അനുമോള് ചെയ്യുന്ന തെറ്റ് ഈസ് ഓക്കെ, ബാക്കിയുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ അല്ല എന്നുള്ള സാധനം തന്നെയാണ് റിപ്പീറ്റഡ്ലി ഇനി ജിസേലിനെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. ജിസേൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ജിസേലിന് വേണ്ടിയിട്ടാണ് കിച്ചൺ ഒരുക്കി കൊടുത്തിരിക്കുന്ന രീതിയിലാണ് ജിസേൽ നടക്കുന്നത്. അനുമോള് ഈ സെയിം സാധനമല്ലേ കാണിക്കുന്നത്. ഇപ്പൊ ജിസേലിനെ ഇത് പറയുന്നുണ്ടെങ്കിൽ, ജിസേൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനുമോൾ അതിന്റെ ടോപ്പിൽ നിൽക്കുന്ന ആളല്ലേ. ഏറ്റവും കൂടുതൽ കിച്ചണിൽ പോയിട്ട് ഹിപ്പോക്രസി കാണിക്കുന്ന ഒരു വ്യക്തി അനുമോളാണ്. അപ്പൊ അനുമോൾക്ക് ഇത് എന്ത് പറയാനുള്ള യോഗ്യതയാണുള്ളത്? ഈ അനുമോള് ഭയങ്കര വിഷയമാണ് കേട്ടോ, വാ തുറക്കുന്ന ഡബിൾ സ്റ്റാൻഡിന് വേണ്ടി മാത്രമാണ്. ഇഷ്ടമുള്ള പോലെ ഓരോന്നുണ്ടാക്കുക. അവർക്ക് മാത്രമല്ല ജിസേൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് ആയിരിക്കും കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അന്ന് മുതൽ അല്ല, ഈ ജിസേൽ കൊടുക്കുന്ന ഫുഡ് നമ്മുടെ അനുമോള് കഴിക്കും. എനിക്കത് അറിയത്തില്ല, കഴിച്ചതോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇതിനകത്ത് കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അനുമോള് സമ്മതിക്കുന്ന പോലത്തെ ഒരു വർത്താനം ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ ആണെന്നോ ഇനി ക്യാരറ്റിന്റെ ആണോ എന്ന് അറിയത്തില്ല. ആ ബിഗ് ബോസ് മൈക്കിടാൻ ഫ്രണ്ടിൽ നിന്ന് ബാത്റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞല്ലോ, അവൻ അങ്ങനെ ഒരു സിറ്റുവേഷനോട് എത്തിച്ചേക്കുന്ന ആരാണെന്നുള്ളത് തീർച്ചയായിട്ടും അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതാണ് സുഹൃത്തുക്കളെ. നമ്മൾ റൂൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കിച്ചന്റെ ഇത്തവണ ആരെയും കേട്ടാൻ അനുവദിക്കില്ല. വീണ്ടും തക്കാളി മാറ്റർ, ഇഞ്ചി മാറ്റർ വീണ്ടും വരുന്നു. ഈ ഹിന്ദിക്കാരി പെണ്ണുമ്പിള്ളയാണെങ്കിൽ അവിടെ പറയാൻ സമ്മതിക്കത്തില്ല. അവൻ നേരെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എന്നെ പറയാൻ പറ്റത്തില്ല. എന്തോ ഈ ഹിന്ദിക്കാരിക്ക് എന്തോ കൊമ്പുണ്ടോ ഹിന്ദിക്കാരി എന്ന് പറഞ്ഞുകൊണ്ട്. ജിസേലിനെ കിച്ചണിൽ ഒരുപാട് ടൈം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ബാത്റൂമിൽ അവർ എഫേർട്ട് ഇട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഒന്നും മിണ്ടാനില്ലയോ? അവിടെ പല ആൾക്കാർക്ക് പറയാനുണ്ട് കിച്ചണിൽ ഇങ്ങനെ ഒരു സാധനം. ഇനിയിപ്പൊ ഇത് പറഞ്ഞ കുറെ ആൾക്കാർ കണ്ടോ, അനുമോൾ പറഞ്ഞത് സത്യമല്ലേ, അനുമോൾക്ക് ഈ ജെയ്യെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. എടേ, ഈ ബാക്കി ആൾക്കാർ പറഞ്ഞേക്കുന്നത് അവർ ഈ പരിപാടി കാണിച്ചിട്ടില്ല. പക്ഷെ അനുമോൾ ഈ പരിപാടി കാണിച്ചിട്ട് തന്നെയാണ് വേറൊരാളെ കുറ്റം പറഞ്ഞത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി. എന്റെ ഫസ്റ്റ് നെയിം ആക്ച്വലി ഞാൻ പറയുമ്പോൾ ജിസേൽ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കി, ഞാൻ അക്ബർ ബിന്നി ജിസേലിനെ വോട്ട് ചെയ്ത് ജിസേലിനെ സ്ക്രീൻ ടൈം കൂട്ടാൻ ഈ സ്മോൾ പെറ്റി റീസൺസ് എടുത്തിട്ട് നമുക്ക് ഇത് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് സ്ക്രീൻ ടൈം കൂട്ടാൻ ഞാൻ വിചാരിച്ചു. ആരും വിചാരിക്കുന്നു ആരും ഭയങ്കര മാസേഷാണെന്നാണ് കേട്ടോ. കാര്യം ഇതിനകത്ത് എല്ലാ ആൾക്കാരും ഇവർ ഗ്രൂപ്പിസും കാണിക്കുന്നത് അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു സാധനം വെച്ചിട്ട് ഓക്കെ എല്ലാ ആൾക്കാരും ജിസേലിനെ പറഞ്ഞു. അപ്പം ജിസേൽ ഞങ്ങൾ പ്ലാൻ ചെയ്താണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാരുടെ മുന്നിൽ വേറെന്തോ ഭയങ്കര ഹീറോ പരിവേഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആരും ഇതൊക്കെ പറഞ്ഞത്. പക്ഷേ നൈസായിട്ട് അതൊന്ന് പാളി പോയിട്ടുണ്ട്. അക്ബർ ഖാൻ തന്നെ പറഞ്ഞു, എടാ നീ പറഞ്ഞ സാധനം പിൻവലിക്കണം, നീ എന്നെ ഇതിനകത്ത് കൂട്ടുപിടിക്കണ്ട, ബിന്നിനെ കൂട്ടുപിടിക്കണ്ട. ബിന്നിയും വന്ന് പറയുന്നുണ്ട്, ബിന്നി ഇവരെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ജിസേലിനെ അങ്ങോട്ട് വിടുന്നത്, ആ ഒരു സ്ക്രീൻ ഫേസ് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ. ഈ അവനെയൊക്കെ എന്റെ ഡിസിഷൻ അലമ്പായി പോയി. എന്റെ മോനി അക്ബർ ഖാൻ ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന അക്ബർ ഖാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, അക്ബർ ഖാൻ നേരത്തെ ശരത്തപ്പാനി ഉള്ളപ്പോൾ ഈ ആര്യന്റെ ആണെങ്കിൽ വൃത്തിയായിട്ട് കുറെ പരിപാടിക്കാണെങ്കിൽ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. എന്താണ് പ്രശ്നം? നിങ്ങൾ എന്റെ പേര് എന്തിനാ എടുത്തത്? നിങ്ങൾ കഴിക്കാറില്ല, ഞാൻ കഴിക്കുന്നുണ്ടോ? എനിക്ക് മിണ്ടണ്ട നിങ്ങളുടെ ഞാൻ കൂട്ടുകെട്ടി ഇപ്പോ അവിടുന്ന്. ഇത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ കയറി കിടന്നങ്ങ് മൂവുന്നുണ്ട്. ഇപ്പോൾ ഈ ജിസേലും ആണെങ്കിൽ ഹിന്ദിക്കാരിയൊക്കെ എന്ന് പറഞ്ഞാലും അവിടെ LKG UKG ഒക്കെ ഉണ്ടല്ലോ. ആ LKG UKG പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്ന് ഇനി ബാക്കി കരയുന്നത്. കാരണം എന്താ നിങ്ങൾ കേട്ടോ? ലക്ഷ്മിയുടെ പേരിന്റെ മുമ്പ് എന്റെ പേരെടുക്കും.
മുല്ലപ്പൂപ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. കുറേ നാൾ അനുമോളുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയും എല്ലാ ദിവസങ്ങളിലും ഈ ജയിലിനകത്ത് 2 മണിക്കൂർ വീതം കിടന്നുകൊണ്ടൊക്കെയാണെങ്കിൽ അനുമോൾ എഫക്റ്റ് ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ എന്നെ ചപ്പത്തിക്കള്ളിന്ന് വിളിച്ചു, ഞാൻ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ചപ്പത്തിക്കള്ളിന്ന് വിളിക്കൂലേ എന്ന് പറയുന്നത് പോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ജിസേൽ ഇവിടെ കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് ലക്ഷ്മിക്ക് മുന്നേ എൻ്റെ പേര് പറഞ്ഞു, ആ മുന്നേ പറയുമ്പോൾ ഞാൻ ഇച്ചിരി മുകളിൽ നിൽക്കുന്ന പോലെയല്ലേ ആൾക്കാർ തെറ്റിദ്ധരിക്കുക. എന്താണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജിസലിന്റെ പേരിലും ആർമി, നേവി, എയർഫോഴ്സ് ഒക്കെ ഇനി ഉടനെ ഉണ്ടാവുന്നതായിരിക്കും സുഹൃത്തുക്കളെ. കാര്യം അനുമോളുടെ ഡിറ്റോ സ്വഭാവം കാണിക്കുന്ന ആൾക്കാർക്കും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ആൾക്കാർക്കിടയിൽ ഭയങ്കര സപ്പോർട്ടാണെന്നുള്ളതാണ് ഒരു കിംവദന്തി ഇങ്ങനെ കേട്ടോണ്ടിരിക്കണേ. അത് ഞാൻ അതാ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് ആദ്യം ലക്ഷ്മിയുടെ പേര് പറയാമോ, ഞാൻ നോക്കുമ്പോൾ ആദ്യം എന്റെ നേരെ മുമ്പിൽ ഇവിടെ ഇരിക്കണം. ആര്യ അവസരം മുതലെടുക്കുകയാണോ സജി? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ആൻഡ് ഇത് കഴിഞ്ഞിട്ടായിരുന്നു ഇവരുടെ ഒരു സ്പോൺസേഡ് ടാസ്ക് ഉണ്ടായിരുന്നു. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഒരു ബിഗ് ബോസിന്റെ എപ്പിസോഡിനകത്ത് ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ സ്പോൺസേഡ് ടാസ്ക്. സത്യം പറയാം, എനിക്ക് കണ്ടിരിക്കാൻ തന്നെ വെറുപ്പാണ്. എന്തൊരു ഇറിറ്റേറ്റിംഗ് എന്നറിയാം ഈ ഒരു സ്പോൺസേഡ് ടാസ്ക് എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഇവർ ജയിലിലോട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ ഈ ആരിന്റെ സംഭവം കണ്ടിട്ട് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണോ എന്താണെന്നുള്ളത് അറിയത്തില്ല. ജിസേലിന്റെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടായിരിക്കാം നമ്മുടെ അനീഷ് ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്കും മനസ്സിലായി അവിടെ ജിസേല് ജയിലിനകത്ത് നിങ്ങൾ രണ്ടും മാത്രം ഒറ്റപ്പെട്ട നിമിഷങ്ങൾ പറയാൻ പലതും ഉണ്ടായിരിക്കും. നമ്മൾ അനീഷില്ലേ ഭയങ്കര സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ സ്ത്രീകളുടെ അടുത്ത് യാതൊരു വിരുദ്ധതയും നമ്മുടെ അനീഷിനില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ജയിൽ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കളിമണ്ണ് കൊണ്ട് അവിടെയുള്ള ഓരോ ആൾക്കാരുടെ രൂപങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. അതവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വേറെ സംഭവങ്ങൾ നടക്കുന്നത്. അതായത് നമ്മുടെ നൂറേയും ആദിലെ തമ്മിൽ അടിച്ച് പിരിഞ്ഞ പോലത്തെ ഒരു വഴക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദില പാത്രം കഴുകാൻ വരുന്നില്ല, ഒന്ന് വിളിച്ചേ. ആദിലെ പാത്രം കഴുകാൻ വരുന്നില്ല എന്നുള്ളതാണ് അവിടെ വിഷയം. അതിന്റെ പേരിൽ നേരെ പോയിട്ട് അനീഷിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അനീഷിന്റെ അടുത്ത് ഇത് പറഞ്ഞത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ മറ്റേ പാവയ്ക്ക് കീ എടുത്ത പോലെതാ ഇങ്ങനെയാ. ഈ അടുത്ത കാലത്ത് ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. മറ്റേ ഈ കീ ആരെങ്കിലും ഒന്ന് പോയി ഓഫ് ചെയ്യടേ, അല്ലെങ്കിൽ ഇതിന്റെ ബാറ്ററി ആരെങ്കിലും ഊരി വെക്ക്. ആദിലേക്ക് എന്താ കൊമ്പുണ്ടോ? കാരണം അന്ന് മസ്താനി ഇതുപോലെ പാത്രം കഴുകില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് കമ്പോള വിഷയമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ എന്തുകൊണ്ട് അതിലേക്ക് പോയിട്ട് പണിയെടുക്കാൻ പറ്റണില്ല? കലിപ്പായി ആദിലെ നൂറായിട്ട് കലിപ്പായി കേട്ടാ. ഓവറാക്കല് നിർത്തിട്ടോ, കൊള്ളൂല. 10 ദിവസത്തിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കല്ലേ, 10 ദിവസം കൊണ്ട് ഉണ്ടാക്കാം നമുക്ക്. ഇല്ല, ഞാൻ ചിരിച്ചിരിക്കാം. പക്ഷെ ഇവർക്കറിയാത്തൊരു കാര്യമുണ്ട്. ആദിലെയും നൂറയും തമ്മിൽ തല്ലിപ്പിരിയാൻ വേണ്ടിയിട്ട് അനുമോൾ തന്നെ പറയുന്നുണ്ട് ഇവിടെയുള്ള പല ആൾക്കാരും ഇങ്ങനെ കൊതിച്ചിരിക്കാന്നുള്ളത്. പക്ഷെ അല്ല ഗൈസ്, പുറത്തുള്ള ഒരുപാട് യുവാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് ആദിലെയും നൂറയും തമ്മിൽ തല്ലിപ്പിരിഞ്ഞിട്ട്. കാരണം മറ്റൊന്നുമല്ല, നൂറയുടെ അടുത്ത് എത്ര ആൾക്കാരെ ക്രഷ് എന്നും പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഓരോരുത്തർ റീഷെയർ ചെയ്തു. എന്തൊക്കെയത് നൂറ ഇറങ്ങി വരുമ്പോൾ ഒരുപാട് ഫാൻസ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നതായിരിക്കും. അത് കൂടുതൽ യുവാക്കളായിരിക്കും. അമ്മാതിരി ക്രഷാണ് നൂറയുടെ അടുത്ത് പല ആൾക്കാർക്കും തോന്നിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത് നടന്നേക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ടക്കാമക്ക.